നിമിഷം അവിടെ പ്രാർത്ഥിക്കും. അകലുന്ന മനുഷ്യനെ അടുപ്പിക്കുന്നതിൻ്റെ വലിയ നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ട്രിനിറ്റിയുടെ ഇമ്മാനുവേലിൽ ചേർന്നിട്ടുള്ള ഈ സംയുക്ത കൺവെൻഷനിൽ അകന്ന ഞങ്ങളെ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ദൈവത്തോട് അടുപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വന്നിരുന്ന 2 ഇടവേൽപ്പെട്ട കുടുംബങ്ങൾക്കായി, 2 ഇടവേൽ നേതൃത്വമുള്ള അച്ഛന്മാർക്കായി, ഞങ്ങളുടെ പ്രിയ കുരുവിളച്ചതായി മറ്റ് സഭ എല്ലാ ജനങ്ങളെ ഓർത്തുമായി ഗാനങ്ങൾ ആലപിക്കാൻ, പ്രാർത്ഥന നേടിയാനൊക്കെ നിൻ്റെ മക്കളെ അഭിഷേകത്തോട് നിർത്തിയാണ്. ഞങ്ങളുടെ ജീവിതങ്ങൾ ഇന്ന് രാത്രിയിൽ രൂപാന്തരത്തിലേക്ക് നയിക്കാൻ നിൻ്റെ ആത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥന. നിന്നെ ഉയർത്തുമ്പോൾ നീ ജനത്തെ ആകർഷിക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യോഗ അധ്യക്ഷൻ, ഈ ഇടവക വികാരി കൂടിയായ കൊച്ചുകൊശി എബ്രഹാം, ഇമ്മാനുവൽ ഇടവകയിലെ സജീവ് മാത്യു അച്ഛൻ, ഇവാഞ്ചിയിലെ കുരുവിളച്ചൻ, കുരുവിളച്ചൻ്റെ കാര്യം ഇന്നലെ ചോദിച്ചുള്ളൂ, അച്ഛനുണ്ടെങ്കിൽ ഇല്ലേ എന്ന്. സാധാരണ അച്ഛൻ നമുക്ക് കാണുന്നൊരു സന്തോഷമാണ്. 2 ഇടവകപ്പെട്ട കുടുംബങ്ങൾ, ചുമതലക്കാർ, പാടിയ കോയരങ്ങൾ, CSI, യാക്കോബ, പെന്തിക്കോസ്ത് സഭ ജനങ്ങളെല്ലാം വന്ന എല്ലാവർക്കായി സ്തോത്രം. സജീവച്ചൻ പറഞ്ഞല്ലോ, അകലുന്ന മനുഷ്യനെ അടുപ്പിക്കുന്ന ദൈവം. അതാണ് ഈ സുവിശേഷ യോഗം, ഈ കൺവെൻഷൻ യോഗം. ജോലിയെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ നിന്നൊക്കെ ചിലർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്കൊന്നിച്ച് ഒരു നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഇന്നലത്തേക്കാൾ അടുത്തിരുന്നു. വികേരിച്ചെന്ന് തൃപ്തിയായില്ല. ഞാൻ പറഞ്ഞ ഇനി എഴുന്നേൽപ്പിക്കണ്ട. ഒരു വലിയ ഉത്സാഹം, ഒരു ഉന്മേഷം, അകലുന്ന അനുഭവമല്ല, അടുക്കുന്ന അനുഭവം. എന്തിനായി കൺവെൻഷൻ? അതാ പ്രിയപ്പെട്ട സാജീവച്ചൻ പറഞ്ഞത്. വളരെയധികമായ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരുമായിട്ടൊക്കെ എനിക്ക് നാട്ടിൽ വിട്ടും പരിചയം, ബന്ധു, സ്നേഹവുമുണ്ട്. പ്രാർത്ഥന ലീഡ് ചെയ്ത റജി ഒരു കൺവെൻഷൻ പ്രസംഗനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റജി ഞാനുമൊക്കെ ചെറുപ്പത്തിൽ വളരെ മെച്ചമായ വഴി ജീവിച്ച, എന്നെക്കാൾ മെച്ചമായിരുന്നു. ഞങ്ങളെ അകന്ന മേഖലയിൽ നിന്ന് ദൈവം വിളിച്ചു. ആ വിളി കേൾക്കാൻ പിൻപറ്റി. ഇവിടെ ഈ ഇടവക 40 വർഷമായി കൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നു. ഇമ്മാനുവൽ ഇടവക, അവിടെ ഞാൻ 2 പ്രാവശ്യം കൺവെൻഷൻ നടത്തിയതാണ്. മനോഹരമായ 20 വർഷമായി ഒന്നിച്ചാരാധിക്കാൻ. മാർത്തോമ സഭ രൂപം കൊണ്ടത് 1836 നവീകരണം ഉണ്ടായത്. മലങ്കരയിൽ ഒരു ആത്മീയ കൊടുങ്കാറ്റുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളെല്ലാവരും ഫ്രീ ആയിട്ടിരുന്നു. എൻ്റെ ഒരു ഉന്മേഷം. നമ്മുടെ വലിയ മെത്ര പോലത്തെ 97 വയസ്സായിട്ടും എന്തൊരു എറിപ്പുള്ളൊരു മനുഷ്യൻ. സെഞ്ചുറി കടന്നിട്ടേ ആയിട്ടേ പോകുള്ളൂ. പുള്ളി പാടിക്കില്ല. ഒരു ആവേശം. എനിക്കാണ് ദൈവമക്കളെ കാണുമ്പോൾ ഞാൻ കഴിവതൊക്കെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കാം എന്ന് വിചാരിച്ചെന്നാലും നമുക്കൊരു എല്ലാത്തിനും ഒരു സന്തോഷം, ഒരു ആവേശം. അടുക്കുന്തോറും ജീവനും സമൃദ്ധമായ ജീവനാണ്. ഇന്നലെ രാത്രി ഇதை ചിന്തിച്ചു, നമ്മൾ ഒന്നിച്ച് പഠിച്ചു. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. പുരുഷത്വം എഴുതിയെടുത്തോണം. പുരുഷത്വം നിങ്ങൾ ശക്തിപ്പെടുവീൻ, ചെയ്യുന്നല്ല സ്നേഹത്തെ ചെയ്യുവീൻ. ഇന്ന് രാവിലെ അച്ഛൻ്റെ പാഴ്സനയിൽ വളരെ വിലപ്പെട്ട ഒരു പ്രാർത്ഥന നടത്തി, ഒരു സങ്കീർത്തനമാണ് ധ്യാനിച്ചത്. ആദ്യ രാത്രി ഞാൻ 2 കുടുംബങ്ങളെ ബന്ധപ്പെട്ടാണ് പ്രസംഗിച്ചത്. ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത് അകലുന്ന മനുഷ്യന് അടുക്കുണ്ടെങ്കിൽ അത് അത്ഭുതകരമായ അനുഭവമാകുമല്ലോ. അതിനോട് ചേർന്ന ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച, എൻ്റെ മുഖം അന്വേഷിച്ച് താങ്കളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയും എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട
അവിടെ പാപം ക്ഷമിച്ച ദേശത്തിന് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചു. നമുക്കെല്ലാവർക്കും ചേർന്ന് ശബ്ദം ഉയർത്തി നന്നായി പാടിയ കൊയരംഗങ്ങൾ ഇത്രയും വലിയ കൂട്ടായ്മയുടെ ആവേശപരമായ പാട്ട് നമുക്ക് ചേർന്ന് എല്ലാവരും ഒരു 1-2 ചരണം കൈയടിച്ച ശബ്ദം ഉയർത്തി പാടാം. പരിടമാ പാഴ്മണ്ണിൽ പാർത്തിടും ഞാൻ ചെറിയ പള്ളിയിലും വലിയ പള്ളിയിലും മാരാമണ്ണ് മഹായോഗം ഒഴിച്ച മാർത്തോമാ സഭയിലെ ഭദ്രാസനത്തിന് നടത്തുന്ന വലിയ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. പാവങ്ങളുടെ കൂടെ ഗ്രാമത്തിൽ ഒക്കെ പ്രസംഗിക്കാൻ ഇപ്പോഴും ചെറിയ വീട്ടിൽ വലിയ വീട്ടിൽ ഒക്കെ ഇങ്ങനെ താമസിക്കാം. നമുക്കൊന്നിച്ചൊരു പഴയ പാട്ടല്ലേ, ഒരു ആത്മീയ ചൈതന്യങ്ങൾ, ഗാനങ്ങൾ. അനുഗ്രഹത്തിൻ അധിപതി എന്നുള്ള പാട്ട് 10-60 വർഷം മുമ്പേ എം.വി. ചെറിയ സാർ എഴുതിയ പാട്ടാണ്. അറിയാത്തവരൊന്നും പാടണ്ട, അറിയാത്തവരൊന്നും ഇഷ്ടമില്ല പാടുകയും വേണ്ട, പാടുകയും വേണ്ട. ഞാനെല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോവുകയും കുർബാന കൊള്ളുകയും കഴിഞ്ഞ 40 വർഷമായി സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ചെറുക്കം മദ്യപിക്കുമ്പോൾ ചില സ്മോൾ അടിക്കുമ്പോഴുണ്ട് ചിരിക്കുമോ, ചില കരയും, ചില കിടക്കും. ഇവിടൊക്കെ അത്രയില്ല, എനിക്കറിയാം, ബാക്കി പിന്നെ പറയാം. അപ്പോൾ എല്ലാവരും സന്തോഷമുണ്ട്. ആരും ഓങ്ങി താങ്ങി ഒന്നും പള്ളിയിരിക്കണ്ട. ഇത് ആത്മീയമായ കൂടിവരവ്, അടുത്ത അകലുന്ന മനുഷ്യനെ അടുപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിലുള്ള ആരാധനയാണ്. പ്രിയ അച്ഛന്മാരും ഇവിടുത്തെ ചില ചുമലക്കാരും വലിയവരും ചെറിയവരും ഒരുപാട് ആത്മീയ ചൈതന്യമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ്. ഭദ്രാസന സംഘടനയ ശേഷം രചിക്കിച്ചത് സ്തോത്രം കുറഞ്ഞോടാ. വളരെ ചലിച്ച അവിടെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കൊന്നിച്ച എല്ലാവരും ചേർന്ന കൈകളടിച്ച പാട്ടുപാടി ഒരു ചരണം പാട്ടുപാടിയ എല്ലാവരും ശബ്ദം ഉയർത്തി 2 കരങ്ങളടിച്ച് പാടും. പഠിക്കുമല്ലേ? താല്പര്യമുള്ള എല്ലാ വിശ്വാസികൾ 2 കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. കരങ്ങളിൽ ആരും ലജ്ജിക്കണ്ട. മാർത്തോമാ മെത്രാപ്പൊലീത്ത മാരാമണ്ണ് മഹായോഗത്തിൽ ഈ വർഷം 6 ഗാനങ്ങൾ 2 കരം അടുപ്പിച്ച പാട്ടുപാടിയാണ്. യോഗങ്ങളുടെ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഏതെല്ലാം മീറ്റിങ്ങിനാണെന്ന്. അവിടെ മാരാമണ്ണ് മഹായോഗം മുതൽ ലോകത്തിലെ ഏത് മാർത്തോമാ പള്ളിയിൽ പോയാലും കുർബാനയിൽ ഒരു പാട്ടെങ്കിലും ഞാൻ കൈയടിച്ച പാട്ടുപാടിയാണ് ആരാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച മേഖലയിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രിയിൽ എന്താണ് നമ്മുടെ മെസ്സേജ് എന്ന് അനികുഞ്ഞുകൊണ്ട് വായിക്കാൻ വാക്യം ആരെങ്കിലും എടുത്തിട്ട് വായിച്ചേ.
എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച എന്റെ മുഖം അന്വേഷിച്ച താങ്കളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട അവരുടെ പാപം ക്ഷമിച്ച അവരുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഒന്നിച്ച് ബൈബിളൊക്കെ മടക്കി വെക്കാം. ഇന്ന് രാത്രി നമ്മുടെ ഉള്ള പഠനം, ധ്യാനം, ഒന്നിച്ചുള്ള കൺവെൻഷന്റെ മെസ്സേജ് എന്ന് ചോദിച്ചാൽ ദേശത്തിന് സൗഖ്യം, ദേശത്തിന് സൗഖ്യം, കുടുംബത്തിന് സൗഖ്യം, രോഗികൾക്ക് സൗഖ്യം, വ്യക്തികൾക്ക് സൗഖ്യം. അമേരിക്കയിൽ പടർന്നു പിന്തിരിച്ചിരിക്കുന്ന എംബോള വൈറസ്, ആ രോഗത്തിന്മേൽ ദൈവം സൗഖ്യം പകരണം. പലതരമായ രോഗങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിലായിരിക്കുന്ന, ലോകവ്യാപകമായ മലേറിസം വളരെ നിറഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. പലതരമാണ് രോഗം. ക്യാൻസർ, എയ്ഡ്സ് മാത്രമല്ല. കേരളത്തിൽ പണ്ട് പനി 1-2 പേരേ ഉള്ളത്, ഇപ്പൊ 10-14 പേരുടെ പേരിരിക്കുക. പല രോഗമാണ്. ചിലർക്ക് സംശയ രോഗമുണ്ടാകും. ചില സ്ത്രീകൾക്ക്, പുരുഷന്മാര് ഭയങ്കര സംശയമാണ്. ഭാര്യയൊക്കെ ഭയങ്കര സംശയം, പുരുഷന്മാർക്കും പരസ്പരം. മാത്രമല്ല, ഒരു അച്ഛൻ കുർബാന കൊടുക്കുമ്പോൾ കൊച്ചമ്മയ്ക്ക് സംശയമാണ്. ആ കൊച്ചമ്മ മുന്നിൽ വന്ന് പലപ്പോഴും നോക്കി നിൽക്കും, അച്ഛൻ ഈ അപ്പം കൊടുക്കുന്ന സ്ത്രീകളെ ചെറിയ മുട്ടിക്കുന്നുണ്ടോ, സംശയമാണ്. അമേരിക്കയിൽ എത്രയോ കുടുംബങ്ങൾ ഡൈവോഴ്സായി, സംശയമാണ്. അതൊരു രോഗമാണ്. പലതരമായ രോഗം. മദ്യപാനം ഒരു രോഗമാണ്. നമ്മുടെ വളരെ ആകർഷമുള്ള സുന്ദരിയായ പെൺകുട്ടിയും ഭർത്താവും മാർത്തമാ സഭയിൽ ഏത് പള്ളിയിൽ, ഏത് ഇടവകയിൽ, ഏത് കുടുംബങ്ങൾ ചെല്ലുമ്പോൾ വെൽക്കം ചെയ്യും. വളരെ ആഢ്യത്വമുള്ള കുടുംബത്തിലെ ദമ്പതികൾ. പക്ഷേ വളരെ സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെ ഭാര്യ. ആ വീട്ടുകാരൊക്കെ സ്വീകരിച്ച ഭക്ഷണമോ ചായയോ കൊടുത്ത് അവർ മടങ്ങി പോകുമ്പോൾ എല്ലാ ബെഡ്റൂമിലൊക്കെ ആ പ്രിയപ്പെട്ട സ്ത്രീ ഒന്ന് കയറി ഇറങ്ങും. പോയി കഴിയുമ്പോൾ ആ വീട്ടിൽ എന്തെല്ലാം ഏതെല്ലാം ഷേപ്പിൽ കണ്ടു ആരും കാണാതെ സകേല ആഭരണ സ്വർണ്ണം മൂട്ടിച്ചുണ്ടെന്ന് പോകും. ദൂരം നാണം കേടായി. ഒരു ഷൂ നോക്കണ്ട, നിങ്ങളുടെ കസിനല്ല, ഇങ്ങോട്ട് നോക്കാം. അതിനൊരു കമ്മിറ്റിയെ നിയമിച്ചു. അതിലൊരു വക്കീലുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്. ഞാൻ ആ വക്കീലിനോട് ചോദിച്ചു, സുഹൃത്തെ എന്താണ് ഈ പ്രശ്നം? എന്നെ പറഞ്ഞു, ആ സ്ത്രീക്ക് ഉണ്ടായൊരു രോഗമാണ്, സ്വർണ്ണം കണ്ടാ മോഷ്ടിക്കും. എന്തോ ചെയ്യാൻ? ഞാൻ പേരൊന്നും സജീവച്ചൻ അറിയാൻ പറയരുത്, എനിക്ക് പോയിപ്പെട്ടുണ്ടാവണം. ഇങ്ങനെ വളരെ രോഗമാണ്. മദ്യപാനം ഒരു രോഗമാണ്. മാർത്തോമാ സഭയിലെ ഒരു കുടുംബം, ഒരു വ്യക്തി മദ്യപിക്കരുത്, കുടിക്കരുത്. കുടിക്കുന്നവർ കുർബാന കൊള്ളരുത്. മദ്യപാനികൾ, അച്ഛന്മാർ കുർബാന കൊടുക്കരുത്. ഒരു നോട്ടോടെ ഞാൻ നിർത്താൻ പോകും. എന്നെ കൊല്ലുന്ന നോട്ടം നോക്കുന്ന രോഗമാണ്. മാർത്തോമാ സഭയിലെ കഴിഞ്ഞ വർഷം മണ്ഡലത്തിൽ 180 പേര്, ഞാനും മണ്ഡല മെമ്പറാണ്. 50 വൈദികന്മാരും 100 ആത്മായക്കാരും ചേർന്ന് മണ്ഡലത്തിൽ പ്രമേയം കൊണ്ടുവന്നു. മലങ്കര മാർത്തോമാ സഭയുടെ പരമോന്നതമായ ആ മണ്ഡല മേഖലയിൽ കമ്മിറ്റിക്കാർ, ചുമതലക്കാർ, മണ്ഡലം മെമ്പേഴ്സ്, സഭാ കൗൺസിൽ, വൈദിക സെലക്ഷൻ ബോർഡ് നിൽക്കുന്നവർ, നോമിനേഷൻ ബോർഡ് നിൽക്കുന്നവർ, മദ്യപാനികൾ പാടില്ല. പല ചർച്ചകൾ വന്നു. ഒരച്ഛൻ പറഞ്ഞു കമ്മിറ്റിക്കാരെ ഒഴിവാക്കാം, ചുമതലക്കാരെ മതിയെന്ന് പറഞ്ഞു. അപ്പോ ഓരോ പറഞ്ഞു അല്ല, കമ്മിറ്റിക്കാരെ മൊത്തം മദ്യപാനികളെ എടുക്കരുത് എന്നൊക്കെ ചർച്ച വന്നപ്പോൾ ഒരു പള്ളിയിലെ അച്ഛൻ എഴുതിയിട്ട് പറഞ്ഞു, തിരുമേനിയെ അങ്ങനെ പാസ്സാക്കരുത്, എന്റെ പള്ളി പിന്നെ കമ്മിറ്റിക്കാർ കാണത്തില്ലേ. രോഗമാണ്, ജഡമോഹം, പണത്തിന്റെ അത്യാഗ്രഹം, സ്ഥാനമോഹം, പലതരമായ രോഗങ്ങൾ കാർന്നു പിടിച്ചിരിക്കുന്ന ചുറ്റുപാടിൽ
ഇന്നത്തെ സംയുക്തമായ കൺവെൻഷന്റെ മെസ്സേജ് എന്താണ്? എല്ലാ രോഗമെന്ന് ശാരീരികമായി മാനസികമായി നമ്മളെ തകർക്കുന്ന രോഗമെന്നിറങ്ങണമേ. യേശുവിന്റെ നാമത്തിൽ ജയം തരാൻ ദൈവം മതിയാവണം. ഹല്ലേലൂയ. രോഗബന്ധം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിൽ പടർന്നിരിക്കുന്ന വൈറസിന്മേൽ യേശുവിന്റെ കരം നീട്ടാൻ മതിയാവില്ല. സ്തോത്രം ചെയ്യുക. പള്ളി സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുക. സ്തോത്രം ചെയ്യേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിന്മേൽ രോഗബന്ധനകളമേൽ ഞങ്ങളുടെ പള്ളിയിലെ വിശുദ്ധ കുർബാനയിലാണ് എനിക്ക് ക്യാൻസർ എന്ന രോഗത്തിന് ദൈവ സൗഖ്യം നൽകുക. അത്ഭുതകരമായ പോളിപ്പന്ത് രോഗമായി ദൈവം മാറ്റി. നമ്മുടെ ഇന്ന് രാത്രി നമ്മുടെ രോഗത്തിന്, പാപത്തിന്, അശുദ്ധിക്ക്, വികാരങ്ങൾക്ക്, ജഡമോഹത്തിന് എല്ലാത്തിനും മാറി സൗഖ്യം പകരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. സൗഖ്യമാണ് നമ്മുടെ മെസ്സേജ്. സൗഖ്യം നടക്കണമെങ്കിൽ നമ്മൾ 4 കാര്യം ചെയ്യണം. നമ്മൾ 4 കാര്യം ചെയ്യുമ്പോൾ ദൈവം 3 കാര്യം ചെയ്യും. എന്തോ മെസ്സേജാ പറഞ്ഞതാ മോനെ? അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കാം. ഞാൻ നിങ്ങളുടെ എല്ലാം മുഖം നോക്കി പ്രസംഗിക്കുള്ളൂ. ഞാൻ 2 സ്ഥലം കടാര്യമായി അടിപിടി കത്തിക്കുത്തി ജീവിച്ച വളരെ ചട്ടമ്പിയ റൗഡിയായി കോടഞ്ചേരി, മാനാമണ, പുല്ലാട് മേഖലയിൽ വളരെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച അവിടെ തന്നെ അച്ഛന്മാരൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ദൈവമകളുടെ പ്രാർത്ഥനകളുമായി ഞാൻ രക്ഷിക്കപ്പെട്ടു. 40 വർഷമായി അവിടെ എനിക്ക് അമ്മൂമ്മക്കലെ കെട്ടുകറിയോ പടത്തിന് വേണ്ടി ഞാൻ പ്രസംഗിക്കുകയില്ല. ജീവിച്ചാലും മരിച്ചാലും ദൈവത്തിന് പ്രസാദമായിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവമക്കളെ, അവിടെ നിങ്ങൾ തുറന്ന് ശക്തമായി വളരെ അനുഭവമായി പറയട്ടെ. നമ്മുടെ മുൻപിലുള്ള സമയം മുതൽ സൗഖ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ 4 കാര്യം ചെയ്യണം. 4 കാര്യം ദൈവം ചെയ്യുമ്പോൾ 3 കാര്യം ദൈവം ചെയ്യും. എന്താണ് 4 കാര്യം? ഒന്നുകൂടെ വായിച്ച് നന്നായി നിർത്തി വായിച്ചാട്ട വാക്യം മതി. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം. പരീശന്മാരും മദ്യപാനികളും റൗഡികളും ഗുണ്ടകളും കോട്ടയ സംഘമൊന്നുമല്ല. പിന്നെ എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം ഒരു വേർതിരിക്കപ്പെട്ട സമൂഹമാണ്. 4-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവ ഭക്തനെ തനിക്കായി വേർതിരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്, സഭ. കർത്താവുമായ വ്യക്തിപരമായ രക്ഷാനുഭവത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട, മാനസാന്തപ്പെട്ട, VBS-ൽ വെച്ചോ, സൺഡേ സ്കൂളിൽ വെച്ചോ, കൺവെൻഷൻ യോഗത്തിൽ വെച്ചോ, വിശുദ്ധ കുർബാനയിൽ വെച്ചോ ഒരിക്കലായി ജീവൻ കർത്താവുമായി ബന്ധത്തിൽ വന്ന് മോചനം പ്രാപിച്ച വിശ്വാസികൾ, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം. അത് പ്രത്യേക ഒരു വിഭാഗമാണ്. ആ വേർതിരിക്കപ്പെട്ട ജനങ്ങൾ 4 കാര്യം ചെയ്യണം. താഴ്ത്ത് വായിച്ചേ. 1, തങ്ങളെ തന്നെ താഴ്ത്തുക. 2, പ്രാർത്ഥിക്കുക. 3, മുഖം അന്വേഷിക്കുക. 4, ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുക. 1, ദൈവം ദേശത്തിന്, രാജ്യത്തിന്, കുടുംബത്തിന്, വ്യക്തികൾക്ക് സൗഖ്യം പകരണമെങ്കിൽ വിളിക്കപ്പെട്ട വിശ്വാസികളായി നമ്മൾ എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ താഴ്ത്തണം. ഒരു വിനയ ജീവിതം ഉണ്ടാകണം. ദൈവമക്കൾക്ക് കഥ പഠിപ്പിച്ചു, സൗമ്യതയുള്ളവർ അവർ ഭൂമിയെ അവകാശമാക്കും. സൗമ്യമായ ഒരു ജീവിതം, അതൊരു വലിയ പ്രത്യേകത. സൗമ്യമായ ഒരു അനുഭവം. നമ്മുടെ കൊച്ചു ജീവിതത്തെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന സ്ത്രീകളൊക്കെ ഭർത്താക്കന്മാർ സൗമ്യമായി സംസാരിക്കണം. ഭർത്താക്കന്മാർ അതുപോലെ ഭാര്യയോട് സംസാരിക്കും. അന്നേരം ആ കുടുംബത്തിൽ സൗഖ്യം സൗഖ്യം ഉണ്ടാകുന്ന സൗമ്യം. നിങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റിക്കാർ, ട്രസ്റ്റി, സെക്രട്ടറി, കണക്കൻ, മണ്ഡലം മെമ്പർ, വൈസ് പ്രസിഡന്റ്, ഇവർ എല്ലാം സൗമ്യമായി സംസാരിക്കണം. പള്ളി വരുന്നത് പുലി പോലെ വരുന്നില്ല. പിടികിട്ടി വെച്ചാൽ സൗമ്യമായ ഒരു ജീവിതം. ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ, പോപ്പ് തിരുമേനി മുതൽ ക്രിസ്തീയ നേതാക്കന്മാർ, അച്ഛന്മാർ, സുവിശേഷകർ,
ദൈവമക്കൾ എല്ലാവരും സൗമ്യമായ ഒരു ജീവിതത്തിന്റെ ഉടമയാകണം. നിങ്ങളും ഞാനുമൊക്കെ ഏറ്റവും സൗമ്യമായി നിന്ന സ്ഥലം അറിയാമോ? ഞാൻ പറയുന്ന മതം ഏറ്റവും അധികം സൗമ്യമായി നിന്ന സ്ഥലം അമേരിക്ക കൗൺസിലിൽ, ചെന്നൈയിലോ ബോംബെയിലോ ഡൽഹിയിലോ മാതാവിടെ മുമ്പിൽ എത്രയോ വിനയത്തോ പാതാളത്തോടെ ഒരച്ഛൻ പറഞ്ഞ് ചോദിച്ചായ കൈ കൊണ്ട് കുരിശ് വരച്ച് കൈ തരും. വിസ കിട്ടിയപ്പോഴോ അയ്യോ, ഹൂസ്റ്റണിൽ, ഡാലസില്, ചിക്കാഗോയില്, ലോസ് ആഞ്ചലസ്, ന്യൂയോർക്കില് വന്നപ്പോഴോ 6 മാസമായപ്പോഴോ ദൈവമക്കളെ, നിങ്ങളുടെ ധനം ദൈവമാണല്ലോ. ഞാൻ പറയട്ടെ, തലക്കനമോ അഹങ്കാരം ഒന്നും ഉണ്ടാകണ്ട. സാജു അച്ഛൻ വന്ന പള്ളിയിലെ മെമ്പറാ. സാജു വൈനൂർ കോടിക്കണക്കിന് പണമുണ്ട്. 1 കോടി 2 കോടി 3 കോടി 100 കോടി ഒന്നുമല്ല. സാജുവിനെ അവിടെ പ്രസംഗിക്കാൻ അച്ഛൻ വിളിച്ച പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ പള്ളി ഞാനാണ് ആദ്യം അവനെ സാക്ഷി പറയിപ്പിച്ച. പോട്ടെ, വിവരിക്കുന്നില്ല. അവൻ പൂർണ്ണമായ യേശുവിനെ അറിഞ്ഞ പിന്നത്തെ ചില നാളുകൾക്ക് ശേഷമാണ്. ഇന്ന് മാർത്തോമാ സഭയിൽ ഏറ്റവും അധികം വചനം പറയാൻ ഒരു 200 ബൈബിൾ നോക്കി കാണാൻ പാഠം പറയും ഒരു പ്രസംഗത്തിന്. അത്രയും അധികമായ 52 വയസ്സ് പ്രായമുള്ള സാജുവിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം അവന്റെ സൗമ്യമായ ജീവിതം. ഇന്ത്യയിൽ ഇറങ്ങിയ ഏത് പുതിയ കാറും, ലോകത്തിൽ ഉള്ള ഏത് കാറും അവൻ മേടിക്കാൻ കഴിവുണ്ട്. മലവെള്ളം പോലെ പണമുണ്ട്. കോടിക്കണക്കിന് പണമാണ് ദൈവവേലയ്ക്കായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമർത്തോമാ സഭയ്ക്ക് ഇതിന്റെ ഭദ്രാസനങ്ങളിൽ ചെയ്യുന്ന വേലകളെ കുറിച്ച് ഞാൻ വർണ്ണിക്കുന്നില്ല. ഏറ്റവും അധികം സുഹൃത്തായുണ്ട്. ഞാൻ മുന്നോട്ട് പോട്ടെ, ഒരു സൗമ്യമായ ജീവിതം. സ്തോത്രം കേട്ടോന്. ദേശത്ത് സൗഖ്യം ഉണ്ടാകണമെങ്കിൽ സൗമ്യമായ ഒരു ജീവിതം. അത് അച്ഛനും ഞാനും നിങ്ങളും പാസ്റ്റർ സുവിശേഷകരും നമ്മുടെ മുൻപിലെ സബ്ജക്റ്റ് സമൂഹം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതം സൗമ്യമായ ജീവിതം. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ്. അമേരിക്ക എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ഉദാഹരണം പറഞ്ഞാണ്, 100 സെഞ്ചുറി തികച്ചു. ഒരു ക്രിക്കറ്റിന്റെ താരമകന ആ സ്ഥാനം കയ്യേറി. ഞാൻ ലൈവായി യാദൃച്ഛമായി കാണാനിടയായി. 100 സെഞ്ചുറി തികച്ച ബാറ്റ്സ്മാനായ സച്ചിൻ ആ ഹെൽമെറ്റ് പൊക്കി താഴോട്ട് വെച്ച് കുനിഞ്ഞു. എത്രയോ വിനയത്തിന്റെ ലക്ഷണം. ഞാൻ ഓർത്ത് ദൈവമേ, 10 ബൈബിളിലെ വാക്യം പഠിച്ചു പോയാൽ പിന്നെ സുവിശേഷന്റെ നിപ്പ് കണ്ട ഡോക്ടർ ബില്ലി ഗ്രാമിന്റെ സ്റ്റൈലാണ്. നമ്മുടെ ഒരു അച്ഛൻ ഇപ്പൊ അമേരിക്ക നാട്ടിൽ ഇപ്പൊ പച്ചവെള്ളം കുടിക്കല്, കോക്കെ കുടിക്കൂടി, എന്തോ മാറി ജീവിത ശൈലി. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദേശം ഈ ഇടവക രണ്ടും കൂടി ചേർന്ന അനുഗ്രഹമായി പോകുമ്പോൾ എന്റെ നിങ്ങളുടെ കൊച്ചു ജീവിതം വിനയമായി സൗമ്യമായി താഴ്മയോട്. ദാവീദ് പറഞ്ഞു, ഞാൻ എളിയവനും ദരിദ്രനുമാണ്. നമ്മുടെ കർത്താവ് താഴ്മ ധരിച്ചവനാണല്ലോ. ആ കർത്താവിനെ പിൻപറ്റുന്ന എന്റെ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ വന്നതുപോലെല്ലാം മടങ്ങുമ്പോൾ താവേ പുത്രൻ ഒരനുഭവമായി മടക്കി ഞങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ മുൻപോട്ട് പോട്ടെ. 1 ദൈവസന്നിധി താഴ്മ. 2 അത് ഞാൻ ചില പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ എത്രയും പ്രാർത്ഥിക്കുന്നു അത്ര അനുഗ്രഹം വരാൻ ദൈവം അധികം ദൈവമറിയാവനാണ്. ആകാർ ഒരു തുരുത്തി വെള്ളം ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത ഒരു വലിയ നീല ഉറവ. ഇന്ന് രാത്രിയിൽ കണ്ണുനീരിന് മുൻപിൽ കണ്ണുനീരോട് നമ്മൾ വിതച്ചാൽ ആർപ്പോട് കൊയ്യും. ദേശത്തെ ഇന്ന് മലിനപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന്റെ വ്യാധിയുടെ മേലും എല്ലാ രോഗബന്ധങ്ങളുടെ മേലും അത് അത്ഭുതകരമായ മാറ്റം ഉണ്ടാകണമെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. അമേരിക്കയിലെ 50 സ്റ്റേറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇവിടെ ഒരു രോഗവിനി ഉണ്ടാകരുത്. ചികിത്സിക്കുന്ന രോഗികൾ, ആ ചികിത്സിക്കുന്ന നേഴ്സുമാർ, ഡോക്ടർമാർ, അവരെ എല്ലാം ദൈവം കാക്കാൻ താവേ നിന്റെ കൃപ ഈ ടെക്സാസ് സ്റ്റേറ്റിന്മേൽ എല്ലാവരുടെ മേൽ ഒരു അനുഗ്രഹം പകരണമേ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ എത്രയും പ്രാർത്ഥിക്കുന്നു അത്ര അനുഗ്രഹം പകരുന്ന അനുഭവമാണ്. അവിടെ കഴിഞ്ഞ കാലം നമ്മുടെ പിതാക്കന്മാർ
മാതാപിതാക്കൾ, വിശ്വാസികൾ, ദൈവമകൾ, അവർ എബ്ബേസിനെ കുറിച്ച് പഠിച്ചാൽ എബ്ബേസ് വിഷയം വെച്ച് പ്രാർത്ഥിച്ചെന്നാണ്. ദൈവസന്നിധിയിൽ ആരെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു അതിനു മുൻപിൽ ഫലകരമായ മറുപടി തരാൻ ദൈവം മതിയായവരാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ വേദനിക്കുന്ന കുടുംബങ്ങൾ കാണും, രോഗത്താൽ ഭാരപ്പെടുന്നവർ കാണും, ഭർത്താവിന്റെ മദ്യപാനത്തെ ഓർത്ത് വേദനിക്കുന്നവർ കാണും, കുഞ്ഞുങ്ങളുടെ അനുസരണമില്ലാത്ത രീതിയാണ്. എന്നാൽ പ്രാർത്ഥന മുൻപിൽ ജയം തരുന്ന ദൈവം ജീവിക്കുന്നു. ഞാനിവ എന്റെ കൊച്ചനുജി കൂടി ബൈക്കേൽ റാന്നിക്കടുത്തൊരു ഗ്രാമത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെറുപ്പക്കാരും വീടുകളൊക്കെ കയറി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ആരും കാശ് ചേർത്ത്, ഞങ്ങൾക്ക് പണവും വേണ്ടെന്ന് ഞങ്ങളിങ്ങനെ വീടുകളൊക്കെ സന്ദർശിച്ച ഒരു ആത്മീയ ഉണർവുണ്ടാക്കി പള്ളിയിൽ കൺവെൻഷൻ നടത്തി. ഒരുപാട് മദ്യപാനികളൊക്കെ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനയോടെ വിജയ എന്നെയും ദൈവം കൈവിട്ടില്ല. ആ മേഖലയിൽ കൊട്ടനാട്, തീയാടിക്കൽ, കുമ്പളനാട് ആ ദേശനിവാസികളുടെ മേൽ ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാകാനിടയായി. പ്രാർത്ഥനയോട് വീടാൻ തോറും ചെറുപ്പക്കാരോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു. അനേക രക്ഷയുടെ ഭാഗത്ത് വന്നു. ട്രിനിറ്റി മർത്തോമാരുടെ മേൽ ഒരു കൺവെൻഷൻ നടത്തി. തുടർന്നൊരു ഭവന സന്ദർശനത്തിൽ ആ നാട്ടിലെ ഏറ്റവും മദ്യപാനി തനാട്ടനായ CSI മെമ്പർ പാറയിൽ കുഞ്ഞുട്ടിച്ചാൻ കർത്താവിനെ അറിഞ്ഞു. അത് സംഭവം വലിയ വളർന്നാണ്. കുഞ്ഞുട്ടിച്ചാന്റെ ഭവനത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു യോഗം വെച്ചപ്പോൾ ആരും കണ്ടില്ല, അറിഞ്ഞില്ല. കൺവെൻഷൻ യോഗത്തിൽ രാത്രിയിൽ റോഡേ നടന്നു വന്ന മദ്യപാനിയായ യുവാവ്, 23 വയസ്സ് പ്രായമുള്ള നായർ പയ്യൻ, RSSലെ പ്രവർത്തകൻ, അവന്റെ ഉള്ളത്തെ വളരെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഇവിടുത്തെ പാട്ടും പ്രാർത്ഥന ആരാധനയെ സാക്ഷ്യം കണ്ടപ്പോൾ അവൻ നിന്നു നിശ്ചലമായി. അവൻ നടക്കാൻ വയ്യ. ഗുണ്ടയാണ്, കൊച്ചു പയ്യൻ, നായർ പയ്യൻ. പക്ഷേ അവന്റെ ഉള്ളത്തിൽ ദൈവം ഇടപെട്ടു. ഇതാണ് വഴി. ദൈവമക്കൾ പ്രാർത്ഥിച്ച യോഗം നടത്തിയാൽ, ദൈവമക്കൾ പ്രാർത്ഥിച്ച ആരാ നടത്തിയ ഇതിനു മുൻപിൽ ചില ഉള്ളങ്ങളെ ഉണർത്താൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. സോമനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയല്ല, വിവരം പറയുന്നില്ല. എബ്രഹാം ലിങ്കൻ അച്ഛൻ 5 വർഷക്കാലം ആനപ്പുറമെ ഇടവകയിലെ പാഴ്സനെ താമസിപ്പിച്ചു. ബാബു പുല്ലാടും എന്റെ വീട്ടിലും ഒക്കെ അവനെ മാറി മാറി താമസിപ്പിച്ചു. കോഴഞ്ചേരി പള്ളി സ്ഥാനപ്പെടുന്ന സഭയോട് ചേർത്തു. അവനെ കുർലോസ് തിരുമേനിയാണ് കല്യാണം കഴിപ്പിച്ചത്. കോഴഞ്ചേരി പള്ളി വെച്ചാൽ സംഭവങ്ങളൊക്കെ ഉയർന്നു. അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചാ എന്നെ ആര് കരുതും? ഞാൻ പറയുന്നു, സോമ, നീ പ്രാർത്ഥിക്കുന്ന വൈതല്ലേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ വൈതല്ലേ. 84 സങ്കീർത്തനം വായിച്ചല്ലോ, നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മ മുടക്കാത്തൊരു ദൈവം ജീവിക്കുന്നു. സോമൻ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ UK ഇംഗ്ലണ്ട് പട്ടണത്തിൽ കുടുംബമായി ദൈവത്തിന് വിലയുന്നതായ അവന്റെ പേരാണ് പോൾ സോമരാജൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ യോഗം വൃഥാവല്ല. നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ നാമം അത്ഭുതം ചെയ്യാൻ മതിയാവും. സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മുൻപോട്ട് പോട്ടെ. 2 ചിന്ത പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടുക. എന്താ പറഞ്ഞ? വിനയം. 2 ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. 3 ദൈവമുഖം അന്വേഷിപ്പീൻ. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമുഖം അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ലളിതമായ ഭാഷ, ദൈവ ഇഷ്ടം ചെയ്വീൻ. ദൈവഹിഷ്ടം, ദൈവഹിതം നിറവേറ്റി. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവഹിതമാണ്. ബ്ലാക്കിനെ കിട്ടണോ, വൈറ്റിനെ കിട്ടണോ, പാണ്ഡ്യയെ കിട്ടണോ, തമിഴ്നാട്ടുകാരെ കിട്ടണോ, നോർത്ത് ഇന്ത്യക്കാരെ കിട്ടണോ, മലയാളിയെ കിട്ടണോ, മാർത്തോമക്കാരെ കല്യാണം കഴിക്കണോ, ജോലി ചെയ്യണോ, ബിസിനസ് ചെയ്യണോ, വീട് വെക്കണോ, ഇത് പ്രാർത്ഥിച്ചു നോക്കണം. ദൈവഹിതമാണോ, ദൈവഹിതം ആണോ എന്ന്